എസ്തപ്പാനെ, എസ്തപ്പാൻ എന്തിനാണ് മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ വീട്ടിൽ പോയത്? അത് പിന്നെ എനിക്കൊരു ജോലിക്ക്. അത് ചോദിക്കാൻ വേണ്ടിയല്ലേ? അതെ മാഡം. ജോലിയും കൂലിയില്ല, അത് ഇനി എന്ത് എന്ന് പറഞ്ഞു നിൽക്കുന്ന സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് തനിക്ക് എന്ത് ജോലി തരുമെന്നാണ്? അവരുടെ അവസ്ഥ എനിക്കറിയില്ല. ചോദിക്കേണ്ടത് ചോദിക്കണ്ടേ മാഡം? കറക്റ്റ്, ചോദിക്കണം. തന്റെ മോള് നിമ്മി, അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളോട് ഞാൻ ചോദിച്ചോളാം. തന്റെ ദേഹം നൊന്താലൊന്നും ദേവിക ഒളിപ്പിച്ച സ്ഥലം താൻ പറയില്ല. പക്ഷേ നിമ്മിയുടെ ദേഹം നൊന്താ മാഡം വേണ്ട, അത് വേണ്ട. അതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇവനെ അങ്ങ് വിട്ടേക്ക്. മാഡം, നിന്റെ മോള് സത്യം പറയും അല്ലടാ? അവരോട് ചോദിച്ചു നോക്കൂ സാറ്. പക്ഷെ അവളെ കരയിപ്പിച്ചാൽ കരയിപ്പിക്കുന്നവര് പിന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല. കൊന്നുകളയും ഞാൻ. അതിനു മുമ്പ് നിന്നെ അങ്ങ് കൊന്നാലോടാ. അത് നിങ്ങൾക്ക് സാധിക്കും. എന്നെ കൊല്ലാൻ പറ്റും. പക്ഷെ കൊന്നാലും ശരി, ഞാൻ ആഗ്രഹിക്കാതെ ഒന്നും എന്നെ കൊണ്ട് പറയിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ സാറേ. അമ്മേ, എന്തു പറ്റി അമ്മേ? കോളേജിൽ പോയിട്ട് എന്തായി? എന്തു പറ്റിയായിരിക്കും? ആണോ? ഓക്കെ, ഗുഡ്. എന്നിട്ട് ഇനിയും വരികയാണെങ്കിൽ എന്നോട് റിക്വസ്റ്റ് ചെയ്യണമെന്നല്ല, എന്റെ കാല് പിടിക്കണമെന്ന് പറ പ്രിൻസിപ്പളെ. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായും മറക്കില്ല. VC നോമിനേഷൻ വരട്ടെ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ബൈ. ഇതേ ഒരു ശുഭവാർത്തയാ. ചന്ദ്രോത്തിലെ പണപ്പെട്ടിയിൽ തുരുമ്പ് കയറി തുടങ്ങി. എന്താ കാര്യം? പ്രഭാവതി ജോലിയിൽ തിരിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ നക്കാപ്പിച്ച ശമ്പളമൊന്നും വേണ്ടെന്ന് പറഞ്ഞാണല്ലോ അന്ന് പ്രഭാവതി ലീവ് എടുത്തേ. ഇപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റാതായി തുടങ്ങിയിരിക്കുന്നു. ലോങ് ലീവ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അവര് പ്രിൻസിപ്പാളിനെ കണ്ടിരുന്നു. ഞാനതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് പ്രിൻസിപ്പൽ നാഗേന്ദ്രനെ വിളിച്ച് കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു. നാഗേന്ദ്രൻ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്തു. എന്നെ വന്ന് കണ്ട് റിക്വസ്റ്റ് ചെയ്താൽ തിരിച്ചെടുക്കാമെന്ന് പ്രിൻസിപ്പള് പ്രഭാവതിയോട് പറഞ്ഞു. ഞാൻ കോളേജിലെ ഭരണസമിതി അംഗമാണല്ലോ. അല്ല, പ്രഭാവതിയുടെ മറുപടി എന്തായിരുന്നു? കുറെ നേരം മൗനമായിരുന്നു ചന്ദ്ര. പിന്നെ ഇറങ്ങിപ്പോയിന്നാ പ്രിൻസിപ്പൽ പറഞ്ഞേ.
ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു എന്നോ? തകരുകയല്ല, തകർത്ത് തരിപ്പണമാക്കും. അവളെയും അവളുടെ ആ ചന്ദ്രോത്തും. അവളിവിടെ വരും കാല് പിടിക്കാൻ വേണ്ടി. പക്ഷെ ഒരു കരുണയും പാടില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.